നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എയർ ക്ലേ വെച്ചിട്ടാണ്. ഇത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണത്. ആദ്യത്തെ ഒരു ആവേശത്തിൽ ഇറങ്ങി തിരിച്ചാണെങ്കിൽ ഈ സാധനം എങ്ങനെ വരുമെന്ന് എനിക്ക് നല്ല ടെൻഷനുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻസ്പോ. ഇത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് കസ്റ്റമൈസ് ചെയ്ത് പെൻ ഹോൾഡറായിട്ടോ ഫ്ലവർ പാട്ടൊക്കെ ആയിട്ടോ യൂസ് ചെയ്യാൻ ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കണേ. ആദ്യം ഒരു കുപ്പി എടുക്കുക. ഞാൻ ഒരു പഴയ അച്ചാറിൻ്റെ കുപ്പിയാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മിനറൽ വാട്ടറിൻ്റെ കുപ്പി കട്ട് ചെയ്തെടുക്കാം. ഞാൻ കണ്ട ഇൻസ്പോ വീഡിയോയിൽ അവർ ഗ്ലാസ് ആണ് എടുത്തത്. പരീക്ഷണമായിട്ട് ഗ്ലാസ്സിൽ തൊട്ട് കളിക്കാൻ എനിക്ക് വയ്യ. എന്തായാലും ഇപ്പോൾ നമ്മുടെ ക്ലേ ചെറുതും വലുതുമായ കുറേ കുട്ടി കുട്ടി ബോൾസ് ആക്കുക. അത് നടുക്കുന്ന് കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത ഭാഗം അകത്തോട്ട് മടക്കി വെച്ച് കൊടുത്താൽ ഹേർട്ടിൻ്റെ പകുതിയായി. ബാക്കി ഭാഗം താഴോട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇത് നേരത്തെ കൈകൊണ്ട് തൊടാത്തത് കൊണ്ട് ഈ സാധനം ഞാൻ തൊടുമ്പോഴെല്ലാം അതിൻ്റെ ഷേപ്പ് അച്ചാണം പുച്ചാണം മാറിപ്പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം ഇതും കൊണ്ടിരുന്നു. പിറ്റേന്ന് എനിക്ക് എക്സാം ആയതുകൊണ്ട് ഇതുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചിട്ട് എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ടാണോ ബാക്കി ഒട്ടിച്ചെടുത്തത് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ വെക്കാം. ഒരു കളർ അറേഞ്ച്മെൻറ്റിൽ വെച്ചാൽ ഒരു റെയിൻബോ തീമിലൊക്കെ ആവും. പക്ഷേ ഞാൻ വിചാരിച്ചു ഇതിന് ഫുൾ കളർ ചെയ്യാമെന്ന്. ഞാൻ കണ്ട വീഡിയോയിൽ അവർ സ്പ്രേ പെയിൻ്റ് ആണ് യൂസ് ചെയ്തത്. അത് ഒറ്റ കോട്ടിൽ ഫുള്ള് കവറായി. ഞാൻ ഈ ഫാബ്രിക് പെയിൻറ്റ് കൊണ്ടൊരു 4-5 കോട്ടെങ്കിലും ഇരുന്ന് കാണും. അവസാനം എനിക്ക് ഈ ഒരു കോളത്തിലാണ് കിട്ടിയത്. എന്നിട്ടും അത് കവർ ആവാനുണ്ടായിരുന്നു. പെൻ ഹോൾഡേഴ്സൊക്കെ എൻ്റെ കയ്യിൽ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് കട്ടറും കത്രികയും സ്കെയിലും ഒക്കെ ഇട്ട് വയ്ക്കാൻ എൻ്റെ ഡെസ്കിൽ ഒരു മൂലയ്ക്ക് ഈ ഡെക്കോറിന് ഈ പെൻ ഹോൾഡറിന് ഞാൻ സ്ഥലം കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റാ.